നമസ്തേ. ഇന്ന് നമുക്ക് മറ്റൊരു നമ്പൂതിരി ഫലിതം കേൾക്കാം. ഒരു വടിയും കുടയുടെ കഥയാണ്. പഴയ കാലത്തൊക്കെ ഭക്ഷണം കാലായാൽ വീടിനുള്ളിലേക്ക് ആൾക്കാർ വരും. ഗ്രഹത്തിൻ്റെ ഉള്ളിലാണതൊക്കെ. ഇന്ന് നേരെ തിരിച്ചാണ്. ഭക്ഷണം കാലായാൽ പുറത്തേക്ക് പോകും, ഹോട്ടലിലോ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിക്കും. അതുപോലെ തന്നെ വിസർജനം കാലായാൽ വീടിനുള്ളിലേക്ക് വരും. പണ്ടത് പുറത്താണ് സാധിച്ചിരുന്നത്. പണമുള്ളവർക്കൊക്കെ ആണെങ്കിൽ അതിന് പ്രത്യേകം പെരകളൊക്കെ ഉണ്ടാവും. ഇവിടെ ഈ കഥ നടക്കുന്നത് പഴയ കാലത്താണ്. അപ്പം അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഈ ഒന്നും രണ്ടും സാധിക്കലും ശുചിയാക്കലും ഒക്കെ പുറത്ത് തന്നെയാണ്. അപ്പോൾ ഒരു നമ്പൂതിരി ഒരു ദിവസം ഒന്നും രണ്ടുമൊക്കെ സാധിച്ച് ശുചിയാക്കാനായിട്ട് ഒരു കുളത്തിൻ്റെ വക്കത്തെത്തി. വടിയും കുടയൊക്കെ കയ്യിലുണ്ട്. അത് മുകളിൽ വെച്ചു. താഴേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ അവിടെ ഒരാളിരിക്കുന്നുണ്ട്. അയാളോട് പറഞ്ഞു, വടിയും കുടയുണ്ട്, സൂക്ഷിക്കണം. അപ്പം അയാൾ മുകളിലേക്ക് നോക്കി. നമ്പൂരിയുടെ വടിയും കൂടെ മുകളിലിരിക്കുന്നുണ്ട്. നമ്പൂരി വെള്ളത്തിലേക്ക് ഇറങ്ങി. നമ്പൂരിമാരുടെ ആ ശുചിയാക്കലിനൊരു പ്രത്യേകതയുണ്ട്. കുറച്ച് മണ്ണൊക്കെ എടുത്ത് ഉപ്പ് വയ്ക്കണ പോലെ 4-5 ദിക്കിലൊക്കെ ഒന്ന് വച്ച് കയ്യും കാലുമൊക്കെ കഴുകുമ്പോൾ അത് തൊട്ട് ആണ് ചെയ്യുക. അതിന് 7 തവണ 12 തവണ അങ്ങനെ ചില കണക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ അനുസരിച്ച് അദ്ദേഹം ചെയ്തു. എല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റു. എന്നിട്ട് ആ തോർത്തുമുണ്ട് എടുത്ത് പിൻഭാഗം അങ്ങോട്ട് വടിച്ചു. പിന്നെ ആ മുണ്ടനാട് കുടഞ്ഞു. അപ്പം എന്ത് പറ്റി? ആ അപ്പുറത്തിരുന്ന ആളുടെ മേത്ത വെള്ളം അങ്ങോട്ട് തെറിച്ചു. അപ്പം അയാൾ ചുണ്ടിയെടുത്തുകൊണ്ട് നമ്പൂരിയോട് ചോദിച്ചു, എന്താ തിരുമേനി ഇത്? അപ്പോൾ നമ്പൂരി സൗമ്യമായിട്ട് പറഞ്ഞു, ഞാൻ തന്നോട് പറഞ്ഞില്ലേ നേരത്തെ വടിയും കുടയുണ്ട്, സൂക്ഷിക്കണമെന്ന്. എന്നിട്ട് ഇപ്പോൾ ചുണ്ടിയെടുത്താൽ മതിയോ? അയാൾക്കപ്പോൾ ഒന്നും പറയാനില്ല മറുപടി. നമ്പൂതിരി കയ്യും കാലുമൊക്കെ കഴുകി വൃത്തിയാക്കി മുണ്ടൊക്കെ എടുത്ത് മുകളിലേക്ക് കയറി വടിയും കുടയൊക്കെ എടുത്ത് പോവുകയും ചെയ്തു. ഇവിടെ നമ്പൂരിമാരുമായിട്ട് ഇടപഴകുമ്പോൾ സംസാരിക്കുമ്പോൾ ഒക്കെ അവരുടെ ചില വാക്കുകൾ ഒന്നിലധികം അർത്ഥമുള്ളതായിരിക്കും സന്ദർഭോചിതമായിട്ട്. അത് വ്യക്തമായിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചില അബദ്ധങ്ങളൊക്കെ പറ്റാം. അതാണ് ഇവിടെ സംഭവിച്ചത്. ചെറിയ ഒരു സംഭവമാണ്. ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും കൂടുതൽ രസകരമായ ഫലിതങ്ങളുമായിട്ട് നമുക്ക് കാണാം. നമസ്കാരം.